ഒരു ശബ്ദം മാത്രം, അതിൽ ഒതുങ്ങിയ ഒരു ജീവിതം. ഒരു സ്വരത്തിന്റെ ആഴം കൊണ്ട് ഹൃദയങ്ങളെ തകർത്തു കെട്ടിയ ഒരു മായാജാലക്കാരൻ. വിരഹം പാടി അഴലിന്റെ ആഴങ്ങളിൽ ചേക്കേറിയ ഗായകൻ നിഖിൽ മാത്യു. ഒരു റിയാലിറ്റി ഷോയിലൂടെ കടന്നു വന്ന വ്യക്തി പാട്ടിലൂടെ കേൾവിക്കാരുടെ ഉള്ളിൽ ആ ശബ്ദം കൊണ്ട് ഒരു അടയാളം സൃഷ്ടിക്കുന്നു. പലപ്പോഴും റിയാലിറ്റി ഷോ വിജയികൾ എപ്പോഴും വലിയ വിജയം നേടാറില്ല. അത് സംഗീതത്തിലായാലും നൃത്തത്തിലായാലും അഭിനയത്തിലായാലും. എന്നാൽ ജീവിതത്തിൽ ഗോഡ്ഫാദർ ഇല്ലാത്തവരും കഴിവ് കൊണ്ടും അവരുടെ ശബ്ദങ്ങൾ കൊണ്ടും ജനമനസ്സുകളിൽ ഇടം നേടിയിട്ടുണ്ട്. നിരവധി പുതിയ ശബ്ദങ്ങൾ അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പാട്ട് കൊണ്ട് ജനമനസ്സുകളിൽ കയറിക്കൂടിയവരും ചുരുക്കമാണ്. അങ്ങനെ ഒരാളാണ് നിഖിൽ മാത്യു. വിജയ് ടിവിയിലെ മ്യൂസിക് റിയാലിറ്റി ഷോയായ എയർടെൽ സൂപ്പർ സിംഗർ എന്ന സംഗീത റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലെ വിജയി. മലയാളത്തിൽ ഈ ഗായകൻ ചെയ്തത് ചുരുക്കം ചില പാട്ടുകൾ മാത്രമാണ്. വിരഹവും വേദനയും കോർത്തിണക്കി ഒരു വിതുമ്പലായി മാഞ്ഞുപോയവളെ കുറിച്ച് വയലാർ എഴുതിയ ഗാനം അഴലിന്റെ ആഴങ്ങളിൽ. അവൾ മാഞ്ഞുപോയി എന്ന വിരഹത്തിന്റെയും നഷ്ടപ്പെടലിന്റെയും ഗാനം. വയലാറിന്റെ വാക്കുകൾ ഒരു വിരഹത്തിന്റെ ശവകുടീരമായി മാറിയപ്പോൾ നിഖിൽ അതിനൊരു ശബ്ദത്തിന്റെ ശവസംസ്കാരമാക്കി. അങ്ങനെ ആ ശബ്ദവും പാട്ടും നഷ്ടപ്രണയത്തിന്റെ തീം സോങ് ആയി മാറി. ആ പാട്ട് കേൾക്കുമ്പോൾ ആരാണ് ആ ഗായകൻ എന്ന് നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. പല പ്രമുഖ ഗായകരുടെയും മുഖം മനസ്സിലേക്ക് വന്നിട്ടും ഉണ്ടാകും. എന്നാൽ ആ മുഖങ്ങളിൽ പെടാത്ത ഒരാളായിരുന്നു ആ ശബ്ദത്തിന്റെ ഉടമ. നിഖിൽ മാത്യുവിന്റെ നേർത്ത സ്വരഭംഗിയെയാണ് ഈ പാട്ടിന് ഔസേപ്പച്ചൻ ഗാനത്തിന് ശബ്ദമാക്കിയത്. ആ ഗാനം ഓരോ മനുഷ്യരുടെയും ഉള്ളറകളിലേക്ക് ചേക്കേറിയത് വരികളുടെ ഭംഗി കൊണ്ട് മാത്രമായിരുന്നില്ല. ആ വരികളുടെ നോവ് അത്രയും ആ പാട്ടുകാരൻ തന്റെ സ്വരത്തിലൂടെ പാടി തീർത്തപ്പോഴാണ്. ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ ആ പാട്ട് ഇന്നും നോവ് തീർക്കുന്നു. ഓരോ വരിയിലും അദ്ദേഹം വിതറിയത് മണലല്ല, മനുഷ്യരുടെ ഓർമ്മകളിൽ കുതിരുന്ന നിലനിറം കലർന്ന വേദനയായിരുന്നു. ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഒരു പ്രണയം നഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിഖിൽ തന്റെ ശബ്ദത്താൽ മുറിവുകൾ സൃഷ്ടിക്കുകയാണ്. നിഖിൽ മാത്യുവിന്റെ പേര് പലർക്കും പരിചിതമായിരുന്നില്ല. പക്ഷെ ആ ശബ്ദം ഇപ്പോഴും റേഡിയോയിലൂടെയും ഒറ്റയ്ക്കുള്ള യാത്രയിലൂടെയും ഹെഡ്ഫോണിലൂടെയും ആ ഗാനം ഒഴുകുകയാണ്. കേട്ട് മടുപ്പ് തോന്നാതെ ആ ശബ്ദത്തിനുടമയെ പലർക്കും പരിചിതമല്ലെന്നും മാത്രം ആളെ തിരഞ്ഞു പോകുമ്പോൾ മാത്രം കണ്ടെത്തുന്ന മുഖമായി മാറി നിഖിലിൻ്റെത്. പണ്ട് നഷ്ടപ്രണയത്തിന് മാനസമൈനേ വരൂ എന്ന് പാടി നടന്നവർ ഇന്നത്തെ തലമുറയിൽ അത് അഴലിന്റെ ആഴങ്ങളിലേക്ക് ചേർക്കേറി എന്നതാണ് വാസ്തവം. മലയാളത്തിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് പാട്ടുകൾ മാത്രമേ നിഖിൽ ചെയ്തു വെച്ചിട്ടുള്ളൂ. എങ്കിലും അതെന്നും ഓർത്തിരിക്കുന്ന മനോഹരമായ ആ ശബ്ദത്തിന്റെ അടിമകളാക്കിയിട്ടേയുള്ളൂ. ഒരേ നില, ഒരേ വെയിൽ, മീനെ ചെമ്പുള്ളി മീനെ, ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട് തുടങ്ങിയ ഗാനങ്ങളിൽ നിഖിൽ മാത്യു തന്റെ ശ്രുതിമധുരമായ ശബ്ദം കൊണ്ട് മാന്ത്രിക നെയ്തിട്ടുണ്ട്. 2008 ഹാരിസ് ജയരാജന്റെ ഭീമയിലൂടെ പിന്നണി ഗാന ജീവിതം ആരംഭിച്ച നിഖിൽ ദക്ഷിണേന്ത്യകളിലായി 100ഓളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ചില പാട്ടുകൾ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ വരികളും സംഗീതവും മാത്രമല്ല. ആ വരികൾ ജീവൻ കൊടുത്ത് പാടുന്ന പാട്ടുകാരുടെ ശബ്ദങ്ങളാണ്. ചിലർ ജീവിക്കുന്നത് ശരീരത്താലല്ല, ശബ്ദത്താലാണ്. ശബ്ദം കൊണ്ട് ഹൃദയത്തിൽ കയറിയവരിൽ ഒരാളാണ് നിഖിൽ മാത്യു.